ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ്. അപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കോട്ടയത്തിലെ മനോഹരമായ വെള്ളൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. പാടം കാണാൻ പോവാണ് കേട്ടോ, സിത്തുവിന്റെ വീട്ടിൽ വന്നിട്ട്. ഇതിനു മുമ്പ് വയൽ കാണാത്തതോ അല്ലെങ്കിൽ നാട്ടിലെ വയലില്ലാഞ്ഞിട്ടോ അല്ല കേട്ടോ. നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതകളൊക്കെ കാണുന്നത് നല്ലതല്ലേ. അപ്പൊ സിത്തുവിന്റെ നാട്ടിൽ നല്ല മനോഹരമായിട്ടുള്ള നെൽപ്പാടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് കാണാനാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങളെ നയിക്കുന്ന രണ്ടാൾക്കാരാണ് ഇപ്പൊ മുന്നിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഞങ്ങളെ കയറ്റിക്കൊണ്ടിരിക്കുന്നത് മലയേറ്റൊരു മല കയറുന്ന പോലെ. അങ്ങോട്ട് നടക്കണം, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും നടക്കാം. നമ്മൾ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നടന്നിട്ട് പാടത്തേക്ക് പോകണം. അപ്പൊ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം കണ്ടതുകൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ ഞങ്ങൾക്ക് സംസാരിക്കാനായിട്ട്. അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ മെല്ലെ വയലിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു കേട്ടോ. അല്ല ഗൈസ്, എൻ്റെ ഒരു ലല്ലു. ആ, ഇതാരാ ഇതാരാ ആദിദേവ്. ആദിദേവ്. ആണോ ആണോ ആണോ, നിങ്ങളുണ്ടോ? ആ, ഇത് നോക്കിയാടെ ശരിയാട്ടോ. കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങള് കുഞ്ഞുണ്ട്. ആ പൊടി പൊടി കണ്ടോ, വെള്ളത്തിന്റെ അടുത്തൂടെ തന്നെ. ശരിയല്ലേ, പള്ളത്തിയുടെ കുഞ്ഞുങ്ങൾ നോക്കിയാ എന്തോരാ. പിന്നെ പിടിക്കാൻ പറ്റത്തില്ല. തള്ള തള്ള ഏതാ? അച്ഛനാ കണ്ടത്. ഇതേ നോക്കിയേ, എന്ത് രസമാണല്ലേ ഈ ഒരു ആകാശവും പച്ച വിരിച്ച് കിടക്കുന്ന ഈ വയലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈ പ്രകൃതി ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നിപ്പോവും. അപ്പം നല്ല മനോഹരമായിട്ടുള്ള ഒരു വൈകുന്നേരമാണ് ഞങ്ങൾക്ക് വെള്ളൂർ ഗ്രാമം സമ്മാനിച്ചത്. കുറേ കഥകളും കുസൃതികളൊക്കെ നിറഞ്ഞ ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു വൈകുന്നേരം ഇവിടെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ യാത്ര ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും നല്ല ക്ഷീണിതരാണ്. അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. നാളെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് ഈ ഒരു യാത്രയുടെ. അപ്പം നാളെ നമ്മൾ കുറവിലങ്ങാട് പോവാണ് കേട്ടോ. അപ്പം കുറവിലങ്ങാട് മുത്തയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളത്തെ വീഡിയോ കാണാം. അങ്ങനെ നെക്സ്റ്റ് മോർണിംഗിൽ നമ്മുടെ യാത്രയുടെ പ്രധാനപ്പെട്ട ആ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ കുറവിലങ്ങാട് മുത്തിയുടെ ഈ ഒരു പള്ളിയിൽ. ചരിത്രത്തിലെ ഏറ്റവും പഴക്കമേറിയതും അതുപോലെ നമ്മുടെ വിശ്വാസ ചരിത്രത്തിലെ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്നതുമായ ഒരു പള്ളിയാണ് കേട്ടോ ഈ ഒരു മാർത്താമറിയം കുറവലങ്ങാട് ചർച്ച് എന്ന് പറയുന്നത്. സ്വർഗാരോഹണത്തിന് ശേഷം ലോകത്തിൽ ആദ്യമായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നറിയപ്പെടുന്നത് ഈ ഒരു സ്ഥലത്താണ്. ദേ ഈ കാണുന്ന കപ്പൽ കണ്ടോ, ഇതൊരു പ്രതീകമാണ് കേട്ടോ. അതായത് ഈ ഒരു കുറവലങ്ങാട് മുത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളുകളൊന്ന് എന്ന് പറയുന്നത് 3 നോമ്പ് പെരുന്നാളാണ് കേട്ടോ. അതായത് നമ്മുടെ നോമ്പ് തുടങ്ങുന്നതിൻ്റെ തിങ്കൾ ചൊവ്വ ബുധൻ ഈ ഒരു 3 ദിവസത്തിലാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട തിരുനാളായ 3 നോമ്പ് പെരുന്നാൾ ആഘോഷിക്കപ്പെടുന്നത്. അന്നത്തെ ദിവസത്തിന് ഈ ഒരു കപ്പലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് കപ്പലോട്ട പ്രദക്ഷിണം നടത്തുന്നത് ഈ ഒരു ദിവസങ്ങളിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ദൂരദേശത്തു നിന്നുള്ള വിശ്വാസികൾ പോലും ഈ ഒരു സമയത്ത് ഈ ഒരു കുറവലങ്ങാട് എത്തിച്ചേരാറുണ്ട്.
പള്ളിയുടെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഈ ഭീമൻ പള്ളിമണികൾ. 1911 ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന ഈ 3 വലിയ മണികൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചർച്ച് ബെല്ലുകളിൽ ഒന്നാണെന്നാണ് അറിയപ്പെടുന്നത്. ഇതിലെ ഏറ്റവും വലിയ മണിക്ക് ഏകദേശം 1800 കിലോഗ്രാം ഭാരമുണ്ടത്രേ. മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ വെച്ചാണ് നമ്മുടെ മാതാവ് മുത്തിയമ്മയുടെ രൂപത്തിൽ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവർക്ക് ദാഹിച്ചപ്പോൾ കുടിക്കാനായിട്ട് അത്ഭുത ഉറവയിൽ നിന്ന് വെള്ളവും കൊടുത്തു. ഈ ഒരു സ്ഥലത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ഈ ഒരു പള്ളി പണിയാനും കാണിച്ചു കൊടുത്തു എന്നാണ് വിശ്വാസം. കുടിക്കാൻ പറ്റുമോ? മാതാവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ പോയിട്ടില്ല. കർത്താവിൻ്റെ ജീവിതത്തിട്ടുണ്ട്. നേരത്തെ ഓടിയുണ്ടായിരുന്നു. ഇതിന് അടുത്തായിട്ട് നമുക്കൊരു തോമസ് മനക്കാട്ട് മെമ്മോറിയൽ മ്യൂസിയം ഉണ്ട് കേട്ടോ. കൂട്ട് മാർച്ച് 26 അല്ലേ? 30 രൂപ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുരവിലങ്ങാട് പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ചേച്ചി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മ്യൂസിയമൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണത് ഈ ഒരു ബാനർ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് നമ്മുടെ ആ ഒരു 3 നോമ്പിൻ്റെ തിരുനാളിൻ്റെ ആ ഒരു പോസ്റ്ററും കാര്യങ്ങളാണ് കേട്ടോ ഇവിടെയുള്ളത്. അങ്ങനെ പള്ളിയിൽ നിന്ന് നമ്മൾ നേരത്തെ കയറി വന്നതുപോലെ തന്നെ ആ സ്റ്റെപ്പ് ഇറങ്ങി തന്നെ താഴോട്ട് പോകണമെന്ന് തോന്നി കേട്ടോ. അപ്പം ഞാൻ പടികൾ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ഈ ഒരു ഇടത് സൈഡിലായിട്ട് കാണുന്ന ആ ഒരു ബിൽഡിംഗ് കണ്ടോ, അവിടെയാണ് കേട്ടോ കപ്പൽ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാരൊക്കെ താങ്ങിയെടുത്താണ് ഈ ഒരു പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നതെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. അങ്ങനെ മുത്തിയമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഒരിക്കലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വരുന്നോ, നിങ്ങളെയൊക്കെ ഈ ഒരു സ്ഥലം കാണിച്ചു തരാൻ പറ്റുന്നോ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. അപ്പം താങ്ക്സ് ഗോസ് ടു സിത്തു. അപ്പം നമ്മളങ്ങനെ മുത്തിയമ്മയുടെ ആ ഒരു സന്നിധിയിൽ നിന്ന് തിരിച്ചു പോവാണ്. തിരിച്ച് നാട്ടിലേക്കാണ് പോകുന്നത്. ഇന്ന് ട്രെയിനുണ്ട് നമുക്ക് വൈകുന്നേരം. അങ്ങനെ സിത്തുവിനോടും കോട്ടയത്തോടും വെള്ളൂരിലെ ആ ഒരു നെൽപ്പാടത്തിനോടും
നമ്മുടെ സ്വന്തം മുത്തിയമ്മയോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ അടുത്ത ഒരു യാത്രയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബായ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലും. അപ്പം ബായ്.